രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് സോനിപ്പത്തിലേക്കാണ് സർവീസ് ആരംഭിക്കുന്നത്. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത അത്യാധുനിക ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഈ ട്രെയിൻ റെയിൽവേയുടെ ഹരിത മുന്നേറ്റത്തിലെ ഒരു നിർണായക ചുവടുവെപ്പാണ്. ഹരിയാനയിലും പഞ്ചാബിലുമായി വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കമിടും. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. ആദിൽ, അപ്പോൾ രാജ്യത്ത് തന്നെ ആദ്യത്തേതാണ് ഹൈഡ്രജൻ ട്രെയിൻ. അപ്പോൾ നമുക്കറിയില്ല ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഒപ്പം ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത്? 10 കോച്ചുകളുള്ള ഹൈഡ്രജൻ ട്രെയിനാണ് ഇന്ന് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അത്യാധുനിക ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ട്രെയിനാണിത്. ഇതിൽ പ്രവർത്തനം പരമ്പരാഗത ഡീസൽ എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണഗതിയിൽ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള സംവിധാനമാണിത്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ സാങ്കേതിക വിദ്യയിലൂടെ ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി പുറന്തള്ളപ്പെടുന്നത് വെള്ളവും താപവും മാത്രമായതിനാൽ കാർബന്റെ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ആദ്യ ഹൈഡ്രജൻ ട്രെയിനാണിത്. സോനിപ്പത്തിലേക്കാണ്, ഹരിയാനയിലെ ജിന്ദിൽ നിന്നാണ് സോനിപ്പത്തിലേക്ക് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഇന്ന് പഞ്ചാബിലെയും ഹരിയാനയിലെയും വിവിധ വികസന പദ്ധതികൾ കൂടി പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വമ്പൻ വികസന പദ്ധതികൾ പഞ്ചാബിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ യാത്ര എന്ന് പറയാം. ശരി ആദിൽ.